എനിക്കെതിരെ ശൈത്യ കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കമൻറ്റ് കണ്ടിരുന്നു. ഒരുപാട് പേരുടെ സംശയമാണ്, ഒത്തിരി പേര് ഫോൺ വിളിച്ചും ചോദിച്ചിരുന്നു. ആക്ച്വലി കേസ് എനിക്കെതിരെ മാത്രമല്ല ഒത്തിരി യൂട്യൂബേഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് അവർ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മാത്രമാണ് കോൾ വന്നതെന്ന് തോന്നുന്നു. ദാറ്റ്സ് ബിക്കോസ് എൻ്റെ നമ്പറാണ് ഞാൻ പബ്ലിക്കിൽ ഇട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ നമ്പർ കിട്ടാതെ കൊണ്ടായിരിക്കും പോലീസ് ആ എഫർട്ടിന് പോകാതിരുന്നത്. ഇതേ സെയിം ഇതിൽ എനിക്കിപ്പോൾ മുമ്പ് ബാലചന്ദ്ര മേനോൻ്റെ ഒരു കേസ് കൊടുത്തപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അയാളെ പറ്റിയൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. എന്നിട്ട് പോലും ബാലചന്ദ്ര മേനോൻ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കൊണ്ട് കൊടുത്തപ്പോൾ നമ്പർ കിട്ടിയത് എൻ്റെതായതുകൊണ്ട് പോലീസ് എന്നെയാണ് വിളിച്ചിട്ടുള്ളത്. ബാക്കി ഡോക്യുമെൻ്റൊക്കെ ഞാനാണ് ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ കേസ് കൊടുത്തിട്ടുണ്ട്. അതൊരു പരാതിയാണ്, കേസല്ല. കേസായിട്ട് എടുക്കാനുള്ള ഒരു വകുപ്പും അതിനകത്തില്ല, പരാതിയാണ്. ആക്ച്വലി ഈ പെൺകുട്ടി നിയമം പഠിച്ചിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കേസ് അത് പേപ്പർ വർക്കായി കേസായാലും എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് പറയാൻ എനിക്ക് നിസ്സാര കാര്യം മതി, നിസ്സാര നിമിഷം മതി. എനിക്കൊരു വക്കീലിനെ പോലും വെക്കേണ്ട. പിന്നെ FIR ഇടുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിന്നായതുകൊണ്ട് തന്നെ ഒരു മൊബൈലോ മറ്റോ എടുക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ മൊബൈൽ ഇനി എടുക്കാൻ സാധ്യത കുറവാണ്. ബിക്കോസ് ഓൾറെഡി 5ഓളം മൊബൈൽ പോലീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിപ്പോഴും കോടതിയിൽ തന്നെ ഇരിപ്പുണ്ട്. ആ മൊബൈലിൽ ഒരെണ്ണം അങ്ങ് എടുത്തോന്ന് ഞാൻ പറയും, അത്രയേ ഉള്ളൂ. അതായത് നിരന്തരമായി ഇങ്ങനെ പോലീസ് ടോർച്ചർ ചെയ്യുന്നുണ്ട്. പോലീസിനെതിരെ പോലും ഞാൻ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, പോലീസ് അട്രോസിറ്റി എന്ന് പറഞ്ഞിട്ട്. നിരന്തരം വന്നിട്ട് മൊബൈൽ പൊക്കിക്കൊണ്ട് പോകുക അവരുടെ സ്ഥിര പരിപാടിയാണ്. എന്നാൽ അത് കേസ് രജിസ്റ്റർ ചെയ്യാൻ, അതുമായി മുൻപോട്ട് പോകാൻ അവർക്ക് സാധിക്കത്തില്ല. ഇനി രജിസ്റ്റർ ചെയ്താൽ FIR ഇട്ട് കഴിഞ്ഞാലും എനിക്കത് കോടതിയിൽ തെളിയിക്കാൻ പറ്റും. ബിക്കോസ് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഞാൻ വിമർശനപരമായ വീഡിയോകളാണ് ചെയ്യുന്നത്, എൻ്റെ തൊഴിലാണ്. അപ്പോൾ അതുമാത്രമല്ല, അടൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ എനിക്ക് ഇതേപോലെ കൊടുത്ത ഒരു കേസിൻ്റെ പേരിൽ എനിക്കൊരു വേർഡിക്റ്റ് വന്നിട്ടുണ്ട്. ആ വേർഡിക്റ്റിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാനൊരു ഓൺലൈൻ ജേർണലിസ്റ്റാണ്, എനിക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്കത് പറയാം. വ്യക്തി അധിക്ഷേപം എന്ന രീതിയിലൊന്നും പറയാൻ പാടില്ല എന്ന് ആ സ്പെസിഫിക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരാരെയും വ്യക്തി അധിക്ഷേപമല്ല നടത്തിയിട്ടുള്ളത്, എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ചിലപ്പം ഹാഷ് ആയിരിക്കാം, ഹാഷ് ആകാനുള്ള ചാൻസ്. ഞാനൊരു സാധാരണ സ്ത്രീയാണ്. സാധാരണയായ ഒരു മിഡിൽ ക്ലാസ് വുമൺ സംസാരിക്കുന്ന ആ ഒരു ടോണേ എന്നിൽ വരുള്ളൂ. എൻ്റെ ക്യാരക്ടറിന് എനിക്ക് എന്ത് പറ്റുമോ അതിലേ പറയാൻ പറ്റുമുള്ളൂ. ഞാൻ അത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ കുട്ടിയെയും ആ ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങിയ അവരുടെ പേരൻസ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനെ മാത്രമാണ് ഞാൻ അപഗ്രഥിച്ച് കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇത്തരം വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ സോഷ്യൽ മീഡിയ വരാതിരിക്കാം. ഞാൻ അവരുടെ വീട്ടിനകത്തേക്ക് പോയി അവിടെ എന്ത് സംഭവിച്ചു എന്ന് എടുത്ത് പബ്ലിഷ് ചെയ്ത വ്യക്തിയല്ല. ഞാൻ അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി യാതൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ വിഷയങ്ങളിലുള്ള കാര്യങ്ങൾ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ പറയാതെ അവരുടെ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. കണ്ടാൽ അവർ തമ്മിൽ അമ്മയും പിന്നെ ആങ്ങളെയുമായിട്ടേ തോന്നുള്ളൂ, സഹോദരനായിട്ടൊക്കെ തോന്നുള്ളൂ. അത് ഓരോരുത്തരുടെ ലുക്കാണ്. അത് പറഞ്ഞതൊരു ക്രൈമായിട്ടൊന്നും എടുക്കാനൊക്കത്തില്ല. അതൊന്നും ഒരു ഡീഫമേഷൻ കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഇപ്പോൾ എനിക്ക് ശൈത്യയുടെ ലൈഫിനെ പറ്റി യാതൊന്നും അറിയത്തില്ല. ശൈത്യ പിഴച്ചതാണോ അല്ലെങ്കിൽ വേറെ സ്ട്രീറ്റിലെങ്ങണമാണോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല, എനിക്ക് അറിയുകയുമില്ല. അറിഞ്ഞാലും ഞാൻ പറയാനും പോകുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അതിന് കൃത്യമായി തെളിവുണ്ടാകും. ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു സ്പെസിഫിക് ഷോയിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഷോയിൽ കൃത്യമായി അവർ കാണിച്ച വൃത്തികേടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ള അധികാരമുണ്ട്. നിങ്ങളവിടെ വൃത്തികേട് കാണിച്ചാൽ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കാനല്ല ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള എനിക്ക് അത് ഉപയോഗിക്കാൻ അറിയാം. ഇത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തമ്മിൽ പ്രശ്നമാകുമ്പോൾ നമ്മളവരെ പറയാറില്ലേ? പറയും. അങ്ങനെ പറയണ്ടെന്നുണ്ടെങ്കിൽ നീ വീട്ടിലിരിക്കണമായിരുന്നു, നീ എന്തിനാ പുറത്തിറങ്ങിയത്? പിന്നെ മകൾക്ക് ഫെയിമാണ് ഉദ്ദേശമെങ്കിൽ, പണം വാരാനാണ് മകളെ ഇറക്കുന്നതെങ്കിൽ ഇത്തരക്കാരെ ചോണ്ടിയാൽ ഒരു കുന്തവും കിട്ടത്തില്ല. ഇപ്പോൾ ഈ ഇറങ്ങിയ ശേഷം രേണു സുധി നല്ല തലകുത്തി മറിഞ്ഞ് ഒരുപാട് വൾഗറിറ്റിയുള്ള ചിത്രങ്ങളൊക്കെ അഭിനയിച്ചിട്ട് നിങ്ങൾ എന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ ഇൻ്റർവ്യൂ കൊടുത്തത് കണ്ടില്ലേ? ഏതെങ്കിലും ഒരാൾ എടുത്തതായിട്ട് കണ്ടോ? അവരെടുക്കില്ല എന്ന് ഗ്രൂപ്പോട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിനക്കുള്ള അക്സെപ്റ്റൻസ് കുറയും. ഇപ്പോൾ രേണു സുധിക്ക് ഇനി ഇൻ്റർവ്യൂ കിട്ടാൻ വല്ല പാടാ. പഴയതുപോലെ ചവറുപോലെ ഇൻ്റർവ്യൂ കിട്ടത്തില്ല. അത് ഞങ്ങളൊക്കെ കൊടുക്കുന്ന ഹൈപ്പാണ്. ഞങ്ങൾ വില വെച്ചില്ല എങ്കിൽ, ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് അംഗീകരിച്ചില്ല എങ്കിൽ ഒരു പട്ടിച്ചാത്തരം തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വിഷയത്തിൽ സൈബർ ക്രൈം പോലീസാണ് നമ്മളുടെ അടുത്ത് ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ എക്സ്പ്ലനേഷൻ കഴിയുമ്പോൾ അവർ കേസ് ക്ലോസ് ചെയ്യും. കാരണം ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ തിങ് ആണ്. ഒരു ഷോയെ കണ്ടിന്യൂസ്ലി നമ്മൾ 3 മാസമായിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള റിയാക്ഷൻസ് ചെയ്യണം. ഞങ്ങളുടെ റിയാക്ഷൻ ഇങ്ങനെയാണ്. അത് കുറച്ച് ഹാർഡായി പോകും. കാരണം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരതിനകത്തുണ്ട്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ആ ഇൻസൾട്ട് ചെയ്തവർക്കെതിരെ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. പിന്നെ കട്ടപ്പ എന്നുള്ളത് അവിടെ ഉള്ളവരും പുറത്തുള്ളവരും ഒക്കെ പറഞ്ഞതാണ്. അത് ഞാനിട്ട പേരൊന്നുമല്ല, ഒത്തിരി പേര് ഇട്ടത് തന്നെയാണ്. പിന്നെ വിഷം വനം എന്നൊക്കെ അതൊക്കെ പറഞ്ഞെന്ന് വരും. അതൊക്കെ സ്വാഭാവികമായ ലാംഗ്വേജാണ്. പിന്നെ ഇനിയിപ്പം നമ്മൾ കുറച്ച് ബാഡ് ലാംഗ്വേജ് ഉപയോഗിച്ചു എന്ന് തന്നെ വെക്കുക. അതും കോടതിയിൽ പോകുമ്പോൾ ചോദിക്കാനുള്ള കുറേയധികം എക്സ്പ്ലനേഷൻസ് ഞാൻ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. തേവൻ്റെ അടിച്ചി
അതെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, അത് തന്നെ. പുലയുള്ളവൻ ആടി, അതാണ്. അങ്ങനെ തെറികൾക്കും ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം പഠിച്ചവളാണ് ഞാൻ. തെറി ഇമോഷണൽ ഡിസ്ചാർജാണ്. ആ തെറിയൊന്നും ഞാൻ ആ സ്ത്രീയെ വിളിച്ചിട്ടില്ല, ഇനി വിളിക്കാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വായടപ്പിക്കാനാണ് ശ്രമമെങ്കിൽ ഇത് ഇന്ത്യയാണ്. നിയമവ്യവസ്ഥ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു സ്ത്രീയാണ് ഞാൻ. നിങ്ങളുടെ മോള് പഠിച്ചത് വേറെന്തരാണ്, അത്രേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഏതായാലും കേസ് കൊണ്ടൊന്നും ഞങ്ങളെ വായടപ്പിക്കാൻ പറ്റുമെന്ന് കട്ടപ്പ വിചാരിക്കേണ്ട, നടക്കില്ല. കാരണം ചെയ്ത എന്താണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളിടത്തോളം, മനസ്സിലായിടത്തോളം തിരിച്ച് ശക്തമായി പ്രതിഷേധിക്കും. ഇത്രയും പേരെ പിടിച്ച് ജയിലിടാന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് ചെയ്തതെങ്കിൽ ഒന്നുമില്ല. ഓഫ് കോഴ്സ് കുറച്ച് മെനക്കേടുകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മെനക്കേടുകൾ ഉൾക്കൊള്ളാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. ശക്തരാണ് അവർ. അവരെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളത് ഞാൻ പറയുന്നു. കാണാം, ചെക്ക്. താങ്ക് യു. അപ്പോൾ ആ ഇൻഫർമേഷൻ ഞാൻ ഒന്ന് പാസ് ചെയ്തതേ ഉള്ളൂ. ആരൊക്കെയാണെന്ന് അറിയണം താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞ് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ വിഷയം എനിക്ക് പബ്ലിക് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ തിങ് ആണ്. ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യാറുണ്ട്. അത് അത്രയ്ക്ക് ഉള്ളൂ. നമ്മുടെ ഒരു എക്സ്പ്ലനേഷൻ നോട്ടിൻ്റെ ആവശ്യമേ അവിടെ ഉള്ളൂ. അല്ലാതെ ഇതൊരു കേസ് എടുക്കാനും തക്കവണ്ണമുള്ള ഒരു ഇഷ്യൂ അല്ല. അവർ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്, അവർ അപ്പോൾ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ കാര്യങ്ങളുണ്ട്. ഒരു മീഡിയ പേഴ്സൺ എന്ന രീതിയിൽ നമുക്കിതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം അനുവദിച്ചു തരുന്നുണ്ട്. നിയമമാണ്, അത് ഞങ്ങൾക്കും അറിയാം, നിങ്ങളുടെ മകളെക്കാൾ. താങ്ക് യു.